ഹെവൻ വേ ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പരിപ്പ് പായസം ഉണ്ടാക്കണതാണ്. അടിപൊളി പരിപ്പ് പായസം കേട്ടോ. സംഭവം ഒന്ന് കണ്ടാക്കിയാലോ. ഈ പായസ പരിപ്പ് ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ നമ്മളങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം കഴുകി വൃത്തിയാക്കി നമ്മൾ വീണ്ടും കുക്കറിലിടണം. രണ്ട് വിസിൽ ഒറ്റടിക്ക് അടിച്ച് സംഭവം റെഡി. തേങ്ങാപ്പാലാണ് കേട്ടോ, രണ്ടാം പാലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. 4 അച്ച് ചേർക്കുന്നതാണ് പായസം. ഞാൻ മധുരം കൂട്ടാനായിട്ട് അങ്ങനെ ഞാൻ ഒരിക്കലും സെറ്റാക്കി വെച്ചിട്ട് തുടങ്ങണ്ട. ശേഷം നമ്മൾ ഈ അരിപ്പൊടി എടുത്തിട്ട് നമ്മൾ ചെറിയൊരു കുറുക്ക് പോലെ ആക്കി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ കുക്കർ 2 വിസിൽ അടിച്ചതിന് ശേഷം മീൻ പാത്രത്തിലേക്ക് നമ്മൾ ഇടുകയാണ്. അതങ്ങനെ ഇങ്ങനെ വറ്റിച്ച് ഇങ്ങനെ കുറുക്കി എടുക്കേണ്ട. സംഭവം വേറെ ലെവലാവണ്ടേ. അങ്ങനെ നമ്മൾ ഈ കുറുക്കി വെച്ച അരിപ്പൊടി കുറുക്കി വെച്ചത് നമ്മളൊക്കെ അതിലേക്ക് ചേരുന്നതിന് മുന്നേ ഇപ്പൊക്കെ നോക്കണം കേട്ടോ. സംഭവം വേറെ ലെവലായിട്ട് വരും കേട്ടോ. അത് വറ്റിച്ചെടുക്കുമ്പോൾ വരണം ഒരു സുഖം, ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. പായസപ്പരിപ്പാണ് ചൂടാക്കിയ കാരണം കൊണ്ട് നമ്മളങ്ങനെ പെട്ടെന്ന് അങ്ങനെ വെന്ത് പോവില്ല. പക്ഷെ എന്നാലും അടി പിടിക്കുന്ന കേസൊന്നും ഇല്ലാതിരിക്കാണ്ട് ഇങ്ങനെ എപ്പോൾ നോക്കിയാലും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. സംഭവം ഇപ്പം ലേശം കുറച്ച് അങ്ങനെ തേങ്ങാപ്പാലാണ്, അതങ്ങനെ വറ്റിക്കൊണ്ടിരിക്കില്ലേ. അപ്പോൾ നമ്മൾ ഇളക്കി അങ്ങനെ നിൽക്കണം നമ്മൾ. ഇനി നമ്മൾ അടുത്ത സംഭവം ചേർക്കാൻ പോകുന്നു കേട്ടോ. ഇതിൽ മെയിനായിട്ട് ചേർക്കുന്ന ഒരു സംഭവമുണ്ട്, ഏലക്കായ പൊടി, അതുപോലെ തന്നെ ചുക്ക്, അത് നല്ല ജീരകം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് പൊടിച്ചിട്ടുള്ള സംഭവമായിട്ട് അപ്പോൾ നമ്മൾ ചേർക്കണം. നല്ല മണാട്ടോ ഈ സമയത്ത്. നമ്മൾ പായസം അങ്ങനെ വറ്റിക്കൊണ്ട് സെറ്റായി വരാട്ടോ. സെറ്റായി വരുന്നുണ്ട്. ഈ തേങ്ങാപ്പാലും കാര്യങ്ങളൊക്കെ ഒഴിച്ചതിന് ശേഷം ഈ ഒരു കളറ് നമുക്ക് വരുന്നത് വരെ നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കണം. ഇടയ്ക്ക് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അടിയെ പിടിക്കാതിരിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇളക്കി ഈ ഒരു കളർ വരുന്ന രീതിയിൽ എത്തുന്നത് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. സംഭവം ഏതാണ്ടൊക്കെ സെറ്റായിട്ട് കേട്ടോ. അതൊക്കെ വറ്റി നമ്മളിങ്ങനെ കുറുകുണിയായിട്ട് അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാലും 1-ാം പാൽ ഇങ്ങനെ നമ്മൾ ഒഴിച്ച് അങ്ങോട്ട് ഡീസൻ്റാക്കി ഇങ്ങനെ നിർത്തിയിട്ട് കേട്ടോ. നമ്മളിത് വല്ലാണ്ട് തിളയ്ക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ചെറിയൊരു ചൂട് നമ്മൾ ജസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് എനിക്കൊരു ഫേവറേറ്റാണ് നമ്മുടെ കപ്പലണ്ടി അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയൊക്കെ ഒന്ന് വറുത്ത് നമ്മൾ അതിലൊന്നും ഉണ്ടാകും. അപ്പോഴേ പായസം ശരിക്കും ഇങ്ങനെ കളറായിട്ട് വരുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപ്പ് പായസം സെറ്റായിട്ടാ. നെയ്യും കൂടിയിട്ടാണല്ലോ ഈ സംഭവം അതിലൊഴിക്കണേ. അതിൽ വേറെ ലെവൽ സ്മെല്ലാണ് കേട്ടോ. ഞാൻ അഭിപ്രായം അറിയാം കേട്ടോ. ഹായ് ഗായ്സ്, ഇന്നത്തെ പരിപ്പ് പായസമാണ് ഞങ്ങളുടെ പ്രധാന ഒരു എന്താ പറയുന്നത് വിഭവം. നീ ഉണ്ടാക്കിയതിൻ്റെ കണ്ടു പറഞ്ഞു. അപ്പം ഞങ്ങൾ ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ, എങ്ങനെയുണ്ട് നോക്കട്ടെ. തേൻ പോലെ മധുരണ്ട് പൊളിച്ചു. ചക്കര പറയും ചക്കരേനെ പോകാൻ കാണാനടി. കളി കാണണ്ട കൊറേ നാളായി പരിപ്പ് പായസം ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഇതൊന്നും ഉണ്ടാക്കില്ല. താനും പൊരിച്ചു. ഫെബ്രുവരി കാണില്ലല്ലോ. തോണി ചെയ്യാൻ വേണ്ട
കൊത്തമല്ലി നോക്കണേ. എൻ്റെ കഴിക്കാൻ ഞാൻ പാത്രം നീക്കിട്ടുണ്ടാവും. എല്ലാ വീഡിയോയും ആ നന്നായിട്ട് സുഖം. ചുണ്ട് പൊട്ട്. പായസത്തിൽ ഈ 2 പായസം ഇഷ്ടമുള്ളൂ. ഒരെണ്ണം പരിപ്പ് പായസം, ഒരെണ്ണം അടപ്രഥമൻ. എനിക്ക് പാലടി അടപ്രഥമൻ പിന്നെ പാലട. പാലട പിന്നെ നൂല് നൂല് ഇതാ മറ്റേ മാഗി പോലെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ സംഭവം ചെയ്തോ കേട്ടാ. ബൈ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വിഭവങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബെൽബട്ടൺ അമർത്തണ്ടേ? ഇപ്പോൾ ഓൾറെഡി എല്ലാം ആയിക്കോളും. അതെ ഓക്കെ. അപ്പോൾ ഓക്കെ, അപ്പോൾ നാളെ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നാളെ കാണാം കേട്ടോ.